ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് ഇന്നൊരു ബോംബ് മുട്ട ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്പെഷ്യലാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ഒരു 8-10 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് നന്നായി ചതയ്ക്കണം. അതോടെ ഇട്ട് കൊടുക്കാം. ഒന്നെങ്കിൽ ഒരു പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞത്, അല്ലെങ്കിൽ അതും ചതച്ചത് അതോടെ ചേർത്തിട്ട് ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റണം. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് അത് വഴറ്റാം. തക്കാളി നന്നായി ഉടഞ്ഞു വരണം, അതാണ് പാകം. തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ? നമുക്കന്നേരം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് കൂടിപ്പോരുത്. കാരണം ഇത് നമ്മൾ മുട്ടയ്ക്കകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഉപ്പ് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മുട്ട കഴിക്കാനേ തോന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയാണ്. ഞാനിവിടെ മീറ്റ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ അതോടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മീറ്റ് മസാലയും ചിക്കൻ മസാലയും ഇല്ലാത്തവർക്ക് ഗരം മസാല ആണെങ്കിലും മതി. അത് ചേർക്കുമ്പോഴും വളരെ കുറച്ച് അളവിലേ ചേർക്കാവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അതിലേക്ക് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം മല്ലിയില ചെറുതായി അരിഞ്ഞതാണ്. അതോടെ ചേർത്ത് നമുക്ക് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര മുട്ട നടുവെ മുറിച്ച് വെക്കുക. പക്ഷെ അത് മുറിഞ്ഞ് മുട്ട 2 പീസായി പോകരുത്, നടുവെ പിളർന്ന് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഒരു ചെറിയ സ്പൂണിലോ സ്പാച്ചുലയിലോ കോരി ഇതിലേക്ക് നിറയ്ക്കണം. ഇതൊരു സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ, ഇപ്പൊ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ടെസ്റ്റോട് കൂടെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇങ്ങനെ നിറച്ച് വെക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അതൊരു എന്താ പറയുന്നത്, നമുക്ക് വല്ലപ്പോഴും വെറൈറ്റി ആയിട്ട് ഇപ്പം ഗസ്റ്റ് വരികയാണ്, നമുക്കിപ്പം വെറൈറ്റി ആയിട്ട് ഇപ്പം മുട്ടയൊക്കെ ഈ ടേബിളിലൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണേ. അപ്പൊ നമുക്ക് നാളെ കാണാം.